എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. 2024 കഴിഞ്ഞ് 2025 2024 ഏറ്റവും നല്ല ഓർമ്മകളിൽ ഒന്നായിരുന്നു എൻ്റെ കാശ്മീർ ട്രിപ്പ്. ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് കാശ്മീർ പോയി. 4 ദിവസത്തേക്ക് പോയ ട്രിപ്പിൽ കാശ്മീരൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ആസ് എ ഓട്ടോമൊബൈൽ ലവർ നമുക്ക് അവിടെ പോയാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന വണ്ടികൾ തന്നെയായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച വണ്ടികളിലൊന്ന് ഷെവർലെയുടെ ടവേറ ആയിരുന്നു. അവിടെ ടാക്സിയിൽ ഭൂരിഭാഗവും ഷെവർലെയുടെ ടവേറയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നോവയുണ്ട്, പിന്നെ ടാറ്റ സുമോ ഉണ്ട്, അതുകൂടാതെ ബാക്കിയുള്ള ചെറിയ ചെറിയ എർട്ടിക പോലത്തെ വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ടവേറ ചീറിപ്പായുന്ന കാണുമ്പോൾ അതൊരു അത്ഭുതമായി തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ ഇതിപ്പം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇന്നിപ്പോൾ വളരെ റെയറായിട്ടുള്ള ഒരു വണ്ടി വേറെ സ്ഥലത്ത് വളരെ സക്സസ് ആയിട്ട് ഓടുന്ന കണ്ടപ്പോൾ അതിശയം തോന്നി. നിങ്ങൾക്കറിയായിരിക്കും കാശ്മീരിലൊക്കെയുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തണുത്തതും പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ചതും, അതുകൂടാതെ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡൊക്കെ ആയിരുന്നു. ഈ ഹൈ ഹിൽ ഏരിയ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവിടെയൊക്കെ ഈ ഒരു വണ്ടി വളരെ എന്താ പറയുക അനായാസം പോകുന്നതും അതുപോലെ ഒരു കുഴപ്പമില്ലാതെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീരിപ്പായെന്ന് കണ്ടപ്പോൾ വളരെ അത്ഭുതമായി തോന്നി. ഞാനിപ്പോഴും ആലോചിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം എന്തുകൊണ്ട് ഇത് വളരെയധികം കുറഞ്ഞു പോയി. ഇത്രയ്ക്ക് മെയിൻ്റെനൻസ് ഐ മീൻ ഇതുപോലുള്ള ടാക്സി ആയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ എന്തായാലും മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് കൊണ്ടു നടക്കില്ലല്ലോ. കാരണം അവർക്ക് അതിനൊരു ലാഭം ഉള്ളതുകൊണ്ടാണല്ലോ അവർ കൊണ്ടു നടക്കുന്നത്. 4 ദിവസത്തെ പല ട്രിപ്പുകളിലും ഈ ടവേറ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ ട്രാവൽ പാക്കേജിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വണ്ടിയാണ്. അപ്പോൾ അതിൽ പല പല ടവേറ കയറിയപ്പോഴും എല്ലാം നല്ല നീറ്റായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അത് കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മളൊരു ട്രിപ്പ് തിരിച്ചു കൊണ്ടുവന്നിട്ട് വേണം അടുത്തൊരു ട്രിപ്പ് എടുക്കാൻ. സോ അതുകൊണ്ട് തന്നെ അവർ വളരെ റെക്ലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നതും വണ്ടി ഒരു കെയറും ഇല്ലാതെയാണ് ഓടിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ടവേറേൻ്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ പല ഘട്ടങ്ങളിലും ഞാൻ പുള്ളിനോട് വളരെ സ്ലോലി പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വണ്ടി തിരിച്ച് അവിടെ എത്തുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സോ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന നാട്ടിലൊരു ടവേറ പഴയത് വാങ്ങിച്ചാലോ, എന്നിട്ട് കുറച്ചൊരു മോഡിഫൈ ഒക്കെ ചെയ്താലോ എന്ന്. ഏറ്റവും ലാസ്റ്റിലുള്ള ഒരു സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം നല്ല കംഫർട്ടൊക്കെ ഉണ്ട്. വണ്ടി നല്ലോണം ചീറിപ്പായുന്നുണ്ട്. മാത്രമല്ല മെയിൻ്റെനൻസ് ഫ്രീ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവർ കൊണ്ടു നടക്കില്ല ഞാൻ പറഞ്ഞ പോലെ. സോ ഈ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു കാഴ്ച. നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഒരുപാട് പേരുടെ മരണത്തിലൊക്കെ ഇടയാക്കിയ സാധനമാണ്. പക്ഷേ ഇവിടെ ഇതൊരു സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടു നടക്കുന്നുണ്ട്. സാധാരണ ഹൈ ഹിൽ ഏരിയ അല്ലെങ്കിൽ ഓഫ് റോഡിനൊക്കെ പോകുമ്പോൾ ഒരു പ്രൊട്ടക്ഷനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, കേജോ അങ്ങനെ ഇതൊന്നുമില്ല. ജീവൻ പണയം വെച്ചുള്ള കളിയാണെങ്കിലും ഈ വണ്ടി കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണമെന്ന് തോന്നി, എൻ്റെ ഈ ചാനലിലൊന്ന് ഇടണമെന്ന് തോന്നി. മെയിൻ്റെനൻസ് ഒക്കെ ഹൈ ആയിരിക്കില്ല, ഇതിൻ്റെ പാർട്സൊക്കെ കിട്ടുമോ. അപ്പോൾ കാശ്മീരി ആയിരുന്നു പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് കോയി പ്രോബ്ലം നെയ്യ ബായി നമുക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക പേടിയേ ഇല്ല. എല്ലാ സാധനവും കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. വണ്ടി നല്ല കണ്ടീഷനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്തിട്ട് ഞാൻ നിങ്ങളോടും കൂടി ഒരു ചിന്ത പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഇത് വളരെയധികം കുറഞ്ഞു പോയത്? എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ഇത് വിറ്റ് ഒഴിവാക്കുന്നത്? കാരണം ഇവിടെ ഇത്രയും നല്ല സക്സസ് ആയിട്ട് ഓടുന്നുണ്ട്. അതുകൂടാതെ ഇവർ കുറച്ചൊരു വൃത്തിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും മലയാളികൾ വണ്ടിയൊക്കെ വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന കൂട്ടത്തിലാണ്. എന്തുകൊണ്ടായിരിക്കും അത് ഇതായതെന്നുള്ളൊരു ചർച്ച ക്ഷണിക്കുന്നു. എല്ലാവരും കമൻറ്റ് ബോക്സിൽ അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ പറയാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. See you in another video.